ധാരാളം ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടുള്ളതാണ്. പേഴ്സണലായി പറയുകയാണെങ്കിൽ എന്തായിരിക്കാം ബിന്ദു കൃഷ്ണ എന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇപ്പോൾ വിജയിച്ചു വന്ന UDFിൻ്റെ പ്രതിനിധി എങ്ങനെ കാണും? ഞാൻ അടിമുടി പാർട്ടിക്കാരിയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു അതിനൊപ്പം ഞങ്ങളുടെ പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ ഒരു മാർഗമുണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. അത് പാർട്ടി നേതൃത്വം തീരുമാനിച്ച് പറയുമ്പോൾ ഞങ്ങളതനുസരിച്ച് പോകും. ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ കഴിയും, കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന കഴിവുറ്റ ഒരു മുഖ്യമന്ത്രിയായിരിക്കും. അങ്ങേയറ്റം നല്ലൊരു മുഖ്യമന്ത്രിയായിരിക്കും കോൺഗ്രസ് UDF കേരളത്തിന് സമ്മാനിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ രാഷ്ട്രീയത്തിൻ്റെ ചില ഗ്രാഫുകളും ഏറ്റക്കുറച്ചിലുകളും കണക്കൂട്ടലുകളും ഒക്കെ നോക്കുമ്പോൾ ജില്ലയിൽ നിന്നും ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ ഞാൻ ആളുമല്ല, എനിക്കതിനെക്കുറിച്ച് അറിയുകയുമില്ല. പാർട്ടിയാണ് അത്തരം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എന്നെ ചേർത്ത് നിർത്തിയ UDFിൽ വിശ്വാസം അർപ്പിച്ച കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ പ്രിയപ്പെട്ടവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. 10 വർഷക്കാലത്തെ ഇടതു ദുർഭരണം അവസാനിപ്പിക്കാൻ കേരള ജനത ഒന്നാകെ രാഷ്ട്രീയത്തിന് അതീതമായ തീരുമാനമെടുത്തപ്പോൾ കടക്കൂ പുറത്ത് എന്ന് കേരളത്തിലെ ജനങ്ങളെ അധിക്ഷേപിച്ച ഭരണാധികാരികളോട് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞവരോട് വീട്ടിലിരിക്കാൻ കേരള ജനത കൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയും മുന്നണിയും ജനങ്ങളുടെ മുന്നിൽ വെച്ച ആശയങ്ങൾ, പ്രതീക്ഷകൾ അതവർ നെഞ്ചിലേറ്റി. അതുകൊണ്ട് തന്നെ വിനയാന്വിതരായി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് പ്രവർത്തിക്കുക, നാടിൻ്റെ വികസനത്തിനും നാട്ടുകാരുടെ ക്ഷേമത്തിനുമായി പ്രവർത്തിക്കുക എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ, സാമ്പത്തിക ക്ലേശം അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ കരുത്ത് കിട്ടുന്നത് ജനങ്ങൾ പകർന്നു തരുന്ന കലർപ്പില്ലാത്ത സ്നേഹമാണ്, വിശ്വാസമാണ്. ആ സ്നേഹവും വിശ്വാസവും കരുത്താക്കി മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോഴും നിലനിന്നത് അങ്ങനെയാണ്. തീർച്ചയായും ഇത്തവണ കൊല്ലത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാതെ അപ്പുറം ഒരു സീറ്റുകൾ നേടാൻ കൊല്ലത്ത് UDFിന് സാധിച്ചു. ആ ഒരു കെട്ടുറപ്പ്, ആ ഒരു ഐക്യം, അതിനെക്കുറിച്ച് എങ്ങനെയാണ്? തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സുഗമമായി ആത്മാർപ്പണത്തോടുകൂടി പ്രവർത്തിക്കുകയായിരുന്നു. ഈ വിജയത്തിൽ കുറഞ്ഞ ഒന്നും ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക്, സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാവരും അതുപോലെ ഞങ്ങളുടെ സഹപ്രവർത്തകർ, അത് ഞങ്ങളങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ പൊതുജനം പൂർണ്ണമായി ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു.